എല്ലാ ക്രിയേറ്റേഴ്സിനും ഉള്ള ചില പ്രത്യേക തരം ഫോളോവേഴ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ ക്രിയേറ്റേഴ്സിനും ഉണ്ടാവും കുറച്ച് സൈലന്റ് സപ്പോർട്ടേഴ്സ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർ. അവർ ലൈക്കും കമൻറ്റും ഒക്കെ വല്ലപ്പോഴേ ചെയ്യുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ എല്ലാ വീഡിയോസും വിടാതെ കാണുന്ന ആളുകളായിരിക്കും. നിങ്ങളെ സൈലൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അവർ. പിന്നെയുള്ളതാണ് എൻഗേജ്ഡ് ഫോളോവേഴ്സ്. അവർ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുകയും ചെയ്യും, സെർച്ച് ചെയ്ത് കാണും നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ, പിന്നെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എൻഗേജ്ഡ് ഫോളോവേഴ്സ് എല്ലാ ക്രിയേറ്റേഴ്സിനും ഉണ്ടായിരിക്കും. പിന്നെയുള്ളതാണ് ദ ക്രിട്ടിക്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അതിൽ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം പറയുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. പല കാര്യങ്ങളുടെയും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും മിസ്റ്റേക്സ് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ നിങ്ങളെ ഗ്രോ ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവർ സഹായിക്കും. പിന്നെയുള്ളതാണ് ദ കാഷ്വൽ വ്യൂവേഴ്സ്. അവർ നിങ്ങളെ തെരഞ്ഞു പിടിച്ച് കാണുകയും എല്ലാ വീഡിയോസ് കാണുകയൊന്നും ചെയ്യില്ല. അവരിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങളുടെ വീഡിയോസ് അവരുടെ ഫീഡിൽ വരികയാണെങ്കിൽ അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാനുള്ള സാധ്യതയുണ്ട്. ഡീപ്ലി ഇൻവെസ്റ്റഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ അവർ ഒക്കേഷണലി അവരുടെ ഫീഡിൽ വരുമ്പോൾ അവരത് ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കും. അതാണ് കാഷ്വൽ വ്യൂവേഴ്സ്. പിന്നെയുള്ളതാണ് ദ ലേണർ. എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകളാണ് ദ കോമ്പറ്റീറ്റർ. നിങ്ങളുടെ അതേപോലെയുള്ള കണ്ടൻറ്റ് വെച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ വിഷയം കിട്ടുന്നതിന്, ഒരു ടോപ്പിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോസ് അവരെ സഹായിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതേ ടോപ്പിക് എടുത്തിട്ട് അവർ അവരുടേതായ രീതിയിൽ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തിട്ട് അവരുടെ വ്യൂ പോയിൻ്റൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇൻസ്പയർ ആയിട്ട് അതിനെ അവതരിപ്പിക്കുന്നുണ്ടായിരിക്കും അവരുടേതായ രീതിയിൽ. അങ്ങനെ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടും പുതിയ ടോപ്പിക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടായിരിക്കും. ചിലർ ഇത് നേരെ കോപ്പി അടിച്ചിട്ട് അവരുടെ ചാനലിൽ ഇടുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതേപോലെ ഈച്ച കോപ്പി അടിച്ച് അങ്ങനെ ഇടുന്ന ആളുകളുമുണ്ട്. അതും എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഇങ്ങനെയുള്ള വ്യൂവേഴ്സ് ഉണ്ടായിരിക്കും. ചിലർ ഇൻസ്പയർ ആയിട്ട് അവരുടേതായ രീതിയിൽ അതിനെ മാറ്റിയിട്ട് ചെയ്യും, ചിലർ അതേപോലെ തന്നെ കോപ്പി അടിച്ച് ചെയ്യും. പിന്നെയുള്ളതാണ് ദ ഫ്യൂച്ചർ സപ്പോർട്ടേഴ്സ്. ഇപ്പോൾ അവരിങ്ങനെ ചുമ്മാ കാണുന്നേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ എല്ലാ വീഡിയോസൊന്നും കാണുന്നുണ്ടായിരിക്കില്ല. ഭാവിയിൽ അവർ വളരെയധികം നിങ്ങളുടെ വീഡിയോസ് പ്രിഫർ ചെയ്യുന്ന ആളുകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരം ഫാൻസായി മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വല്ലപ്പോഴൊക്കെ കണ്ട് പിന്നെ അങ്ങ് നിങ്ങളുടെ അവതരണ രീതിയും നിങ്ങളുടെ കണ്ടൻറ്റ് സെലക്ഷനും ഒക്കെ ഇഷ്ടമായിട്ട് ഭാവിയിൽ നിങ്ങൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളായി മാറാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് കുറച്ച് അസൂയുള്ള ആളുകളുണ്ടായിരിക്കും. അവർ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യും, അത് വളരുന്നുണ്ടോ, അതിനെന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷെ അവർ വീഡിയോ ഒന്നും ക്ലിക്ക് ചെയ്യുക പോലും ചെയ്യില്ല. ലൈക്കും കമൻറ്റും ചെയ്യുന്നത് പോരാഞ്ഞിട്ട് വീഡിയോ ഒന്ന് കാണാൻ പോലും അവർ ശ്രമിക്കില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു വ്യൂ കൂടിയാൽ, ഒരു ലൈക്കോ കമൻറ്റോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെങ്ങാൻ കോടീശ്വരനായി പോയാലോ എന്നുള്ള പേടി കൊണ്ട് എങ്ങനെ എൻ്റെ ഒരു വ്യൂ കൊണ്ട് നീ അങ്ങനെ കേമനാവണ്ട എന്ന് കരുതിയിട്ട് അസൂയ കൊണ്ട് ഒരു വീഡിയോയും കാണുകയില്ല. പക്ഷേ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് മിക്കവാറും നിങ്ങളുടെ തന്നെ സർക്കിളിലുള്ള ആളുകളായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുക. എങ്ങാനും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോ നന്നായി ഓടുകയോ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് അവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ അസൂയയോടുകൂടി നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കും. എവറി വ്യൂവർ ഹാസ് എ റീസൺ ഫോർ ബീയിങ് ദെയർ എന്നാണ്. എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടിയല്ല ഒരു ക്രിയേറ്ററിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കുക, അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. എല്ലാവർക്കും പല പല റീസൺസ് ഉണ്ടായിരിക്കും. പ്രധാനമായും ഇങ്ങനെയുള്ള 8 തരത്തിലുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എങ്ങാനും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത എവിടെയൊക്കെയോ നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ആളുകളൊക്കെ ആയിരിക്കും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ ഫാൻസായി മാറുകയും നിങ്ങളുടെ വീഡിയോസ് സ്ഥിരമായി കാണുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ലോകത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിയുന്ന 10-15 പേര് നമ്മളെ മോശമാക്കി അവരുടെ മുമ്പിൽ നാണക്കേടാവുമോ എന്നൊന്നും കരുതിയിട്ട് നിങ്ങളൊരു ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മടിക്കേണ്ട കാര്യമില്ല. ഈ ടൈപ്പ് ഫോളോവേഴ്സ് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മടിക്കാതെ തന്നെ അത് തുടങ്ങാവുന്നതാണ്.